ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 34:7 ഞാനിവിടെ ഉദ്ധരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവനെ വിടുവിക്കുന്നു. ദൈവിക വിടുതലിൻ്റെ അത്ഭുതകരമായ ഒരു വചനം ഇവിടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയാണ്. സർവശക്തനായ ദൈവത്തിന് ദൂതന്മാരുണ്ട്. ആ ദൂതന്മാർ തൻ്റെ ഭക്തന്മാരെ കാക്കുന്നുണ്ട്. അവർക്ക് ചുറ്റും പാളയമിറങ്ങുന്നുണ്ട്, അവരെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഭൂമിക്ക് പുറത്ത് ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കപ്പുറമായിട്ട് മനുഷ്യരെക്കാളും കഴിവുള്ള ജീവജാലങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിഗമനവും അവരുടെ നിരന്തരമായ അന്വേഷണത്തിൽപ്പെട്ട കാര്യവുമാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ളവർ ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി ഗോളങ്ങൾ ഉള്ളപ്പോൾ മറ്റിതര ഗോളങ്ങളിലും ജീവികളുണ്ടാകാം എന്നും ആ ജീവികൾ ഒരുപക്ഷെ മനുഷ്യനേക്കാൾ കഴിവും ബുദ്ധിയുമുള്ളവരും ആയിരിക്കാമെന്നും അവരൊരു പക്ഷേ ആക്രമണകാരികളായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യകുലം ഇല്ലാതായി പോകുമോ എന്നുള്ള ആശങ്കയും, അത് വരാതിരിപ്പാൻ കുറേ ആൾക്കാരെ എങ്കിലും ഭൂമിക്കപ്പുറം മറ്റേതെങ്കിലും ഒരു മേഖലകളിൽ കൊണ്ടുപോയി പാർപ്പിക്കണം എന്നൊക്കെയുള്ള അഭിപ്രായക്കാരനായിരുന്നു മിസ്റ്റർ സ്റ്റീഫൻ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ശാസ്ത്രീയ നിഗമനങ്ങൾ എന്തു തന്നെയാണെങ്കിലും നാസായുടെ നിരീക്ഷണ പരീക്ഷണങ്ങളിൽ എന്തെല്ലാം കണ്ടെത്തി എന്തെല്ലാം കണ്ടെത്തിയില്ല എന്നുള്ളതിനുപരിയായിട്ട് വിശുദ്ധ ബൈബിളിൽ ഈ ഭൂമിക്കപ്പുറേ ദൈവത്തിൻ്റെ സൃഷ്ടികളായ ദൂതഗണങ്ങൾ ഉണ്ടെന്നും ജീവികൾ ഉണ്ടെന്നും വളരെ വ്യക്തമായി കൃത്യമായി ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടുമാണ് എന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെ ഉപദ്രവിക്കുവാൻ കഴിവുള്ള ദുഷ്ടാത്മസേനകൾ ഈ ആകാശത്തിലുണ്ട്, ഭൂമിക്കപ്പുറം ഉണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുകയോ കണ്ടെത്താതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മുടെ വിഷയമല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവിടെ സങ്കീർത്തനം 34:7 നമ്മൾ വായിച്ചത്, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങുന്നു, എന്നിട്ടവരെ വിടുവിക്കുന്നു. പാളയമിറങ്ങുക എന്നുള്ള ആ ഭാഷാ ശൈലി മനസ്സിലാക്കണമെങ്കിൽ, പണ്ടൊക്കെ യുദ്ധത്തിന് രാജാക്കന്മാർ പോകുമ്പോൾ അവരുടെ സൈന്യം അവർ പിടിച്ചെടുക്കേണ്ട പട്ടണത്തെയോ തലസ്ഥാന നഗരിയെയോ ചുറ്റും പാളയമിറങ്ങും. എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർ വളയും. നഗരത്തിലുള്ളവർക്ക്, പട്ടണത്തിലുള്ളവർക്ക് പുറത്തോട്ട് പോകുവാനും പുറത്തുള്ളവർക്ക് അകത്തോട്ട് പോകുവാനും കഴിയാതെ അവരെ ഒരർത്ഥത്തിൽ ബന്ധിതരാക്കും. അങ്ങനെ മാസങ്ങൾ ആ പാളയത്തിനുള്ളിൽ നഗരത്തിൽ പാർക്കുന്ന ജനം ഭക്ഷണമില്ലാതെയും വെള്ളമില്ലാതെയും സാധനങ്ങളില്ലാതെയും സാംക്രമിക രോഗങ്ങൾ പിടിച്ചുമൊക്കെ ക്ഷീണിതരാകുമ്പോൾ ആ നഗരം ഇടിച്ച് അതിൻ്റെ മതിലുകൾ തകർത്ത് അകത്തേക്ക് എന്ന് രാജ്യം കീഴടക്കുന്ന ഒരു രീതി പണ്ട് രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പാളയമിറങ്ങുമായിരുന്നു. എന്നാൽ ബൈബിൾ പറയുന്നത്, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ, അവർ പാർക്കുന്ന ഭവനത്തിന് ചുറ്റും, അവർ പാർക്കുന്ന പട്ടണത്തിന് ചുറ്റും പാളയമിറങ്ങി അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന പൈശാചിക വ്യാപാരങ്ങളിൽ നിന്ന് അവരെ സൂക്ഷിക്കുന്നു എന്നാണ് ഈ 34-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് അനവധി കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഒരിക്കൽ എലീശ പ്രവാചകന് ശത്രുക്കളിൽ നിന്ന്, ശത്രു രാജ്യത്തിൽ നിന്ന്
വളരെ എതിർപ്പുകളുണ്ടായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാൻ ആയിരക്കണക്കിന് ആയുധധാരികളായ പട്ടാളക്കാരെ താൻ പാർക്കുന്ന ഭവനത്തിന് ചുറ്റും അയക്കുകയും അവരവിടെ നിലയുറപ്പിക്കുകയും ചെയ്ത ഒരു ചരിത്രം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാതത്തിൽ പ്രവാചകന്റെ ശിഷ്യൻ ഈ പട്ടാളക്കാരെ കണ്ട് ഞെട്ടിവിറയ്ക്കുകയാണ്, മുട്ടുകൾ ആടുകയാണ്. ഭയം കൊണ്ട് പതറിയ ശബ്ദത്തിൽ അദ്ദേഹം തൻ്റെ ഗുരുവിനോട്, പ്രവാചകനോട് ഇങ്ങനെ പറഞ്ഞു: ശത്രുക്കൾ നമ്മളെ വളഞ്ഞിരിക്കുന്നു, ആയുധധാരികളായ പട്ടാളക്കാർ നിൽക്കുന്നു, രഥങ്ങളും കുതിരകളും എല്ലാം, നമുക്കിനി രക്ഷപ്പെടുവാനായി കഴിയുകയില്ല. പക്ഷേ പ്രവാചകൻ അചഞ്ചലനാണ്. അദ്ദേഹം വളരെ സമാധാനത്തോടു കൂടി തന്നെ അവിടെ ഇരിക്കുകയാണ്. ഈ ശിഷ്യൻ്റെ വാക്കുകളെല്ലാം കേട്ടുകഴിഞ്ഞ് പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിൻ്റെ അകക്കണ്ണ് ഒന്ന് തുറക്കണം. ആ പ്രാർത്ഥനയിൽ ദൈവം അയാളുടെ അകക്കണ്ണ് തുറന്നപ്പോൾ അയാൾ കാണുന്ന രംഗം, ശത്രു സൈന്യത്തെക്കാൾ കൂടുതൽ സ്വർഗീയ സൈന്യം പ്രവാചകനെ, തൻ്റെ ഭവനത്തെ വളഞ്ഞ് സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന ആ രംഗം താൻ കാണുകയാണ്. പ്രവാചകൻ്റെ ഭയം അതോടുകൂടി പോകുകയാണ്. മാനുഷിക കണ്ണുകൾക്ക് ലോകത്തിലെ രഥങ്ങളെയും കുതിരകളെയും പട്ടാളക്കാരെയുമേ കാണുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഒരു ഭക്തന് ആ അകക്കണ്ണ് പ്രകാശിച്ചു കഴിയുമ്പോൾ ദൈവദൂതന്മാരുടെ വലിയ പരിപാലനം അദ്ദേഹത്തിന് കാണുവാനായിട്ട് കഴിയും. ഒരിക്കൽ ഇസ്രായേൽ മക്കളെ പിടിച്ച് മടക്കിക്കൊണ്ടുവരുവാൻ ഫറവോൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പട്ടാളക്കാർ ചെന്ന ഒരു സന്ദർഭമുണ്ട്. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട ജനം ചെങ്കടലിൻ്റെ മുൻപിൽ വന്ന് സ്ട്രക്കായി നിൽക്കുകയാണ്. അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. ഇരുവശങ്ങളിലും പർവ്വതങ്ങളാണ്, മുൻപോട്ട് പോകാൻ കഴിയുകയില്ല, ചെങ്കടൽ ആണ്. അപ്പോൾ ഈ ഫറവോൻ്റെ സൈന്യം അവരെ പിടിക്കാൻ അടുത്ത് വന്നപ്പോൾ ഇത് കണ്ട ജനം ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ഫറവോന്യ സൈന്യത്തിന് അവരെ പിടിക്കുവാനായിട്ട് അടുത്ത് ചെല്ലുവാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് വേണ്ടി ഒരു ദൂതൻ അവരുടെ മുൻപിൽ നിൽക്കുകയാണ്. അവിടെ ഒരു അഗ്നി വെളിപ്പെടുകയാണ്. അതുകൊണ്ട് സൈന്യത്തിന് ഈ ആയുധമില്ലാത്ത ജനത്തെ പിടിച്ചൊതുക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ചരിത്രവും വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഈ സങ്കീർത്തനം 34-ൻ്റെ 7-ാം വാക്യത്തിൻ്റെ വ്യക്തമായ ഒരു ചിത്രം യഹൂദയുടെ രാജാവായ ഹിസ്കിയാവ് ഭരിക്കുമ്പോൾ അശൂർ സാമ്രാജ്യത്തിൻ്റെ 1,85,000 പട്ടാളക്കാർ ക്യാമ്പ് അടിച്ച് അവരെ പ്രതിരോധിക്കുന്ന വേളകളിൽ യഹോവയുടെ ഒരു ദൂതൻ വന്ന് ആ 1,85,000 പട്ടാളക്കാരെയും കൈകാര്യം ചെയ്യുന്നതും അവരിൽ ഒരു വ്യക്തി പോലും ഹിസ്കിയാവിൻ്റെ ആ രാജനഗരിയിൽ പ്രവേശിക്കാതെ വണ്ണം ദൂതന്മാരുടെ ഒരു പാളയം തന്നെ അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 36, 37 അധ്യായങ്ങളിൽ വായിക്കുവാനായിട്ട് കഴിയും. അശൂർ സാമ്രാജ്യം ലോകപ്രശസ്തമായ ഒരു സാമ്രാജ്യമായിരുന്നു. 167 വർഷം ഈ ലോകത്തിൽ അവർ അധികാരത്തോട് തന്നെ നിലനിന്നു. ഇന്നത്തെ ഇറാഖ്, ഇന്നത്തെ ഇറാൻ, ഇന്നത്തെ ഇസ്രയേൽ, ഇന്നത്തെ സിറിയ, ഇന്നത്തെ ലെബനോൻ, ഇന്നത്തെ തുർക്കികളുടെ പല ഭാഗങ്ങളും ചേർന്ന വിസ്തൃതമായ ഒരു സാമ്രാജ്യമായിരുന്നു അശൂർ സാമ്രാജ്യം. ടൈഗ്രീസ് നദീതടങ്ങളിൽ ആ സാമ്രാജ്യം ഉത്തങ്ക സൗധങ്ങളുമായിട്ട് അതിൻ്റെ ശില്പങ്ങളുമായിട്ട് തലയുയർത്തി നിന്ന ഒരു കാലഘട്ടമുണ്ട്. അശൂർ സാമ്രാജ്യത്തിലെ കരുത്തന്മാരായ ചക്രവർത്തിമാരെക്കുറിച്ച്, രാജാക്കന്മാരെക്കുറിച്ച് ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് വളരെയധികം പഠിക്കാനുണ്ട്. ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഈ അശൂർ സാമ്രാജ്യത്തിൻ്റെ ചില ഫലകങ്ങളും അവരുടെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ചില ചരിത്രരേഖകളുമൊക്കെ മസൂളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
നിനവയായിരുന്നു അവരുടെ തലസ്ഥാന നഗരി. ടൈഗ്രീസിൻ്റെ തീരമാണ്. ഇന്ന് നിനവെ മസൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഇറാഖിലാണ്. കരുത്തന്മാരായ ചക്രവർത്തിമാർ ഇവർക്കുണ്ടായിരുന്നു. അവരുടെ ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു സെർഗോൻ മൂന്നാമൻ. അയാളുടെ കാലത്ത് ഇസ്രയേൽ രാജ്യത്തെ കീഴടക്കി. ഇസ്രയേൽ രാജ്യമെന്ന് പറയുമ്പോൾ യഹൂദ ഇസ്രയേൽ സമൂഹം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട് 10 ഗോത്രങ്ങൾ അടങ്ങിയ ഒരു രാജ്യം ശമരിയ തലസ്ഥാനമാക്കി ഏകദേശം 208 വർഷങ്ങൾ ഈ ലോകത്തിൽ ഭരണം നടത്തി. അവർക്ക് ഏകദേശം 20-ലധികം കരുത്തന്മാരായ രാജാക്കന്മാർ ഉണ്ടായിരുന്നു. ഇങ്ങനെ അവർ ഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് അവരുടെ രാജാവ് ഹോശയായുടെ കാലത്ത് ഏകദേശം BC 722 ഈ സെർഗോൻ മൂന്നാമൻ ശമരിയെ കീഴടക്കുകയാണ്. രാജ്യത്തെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തി അശൂർ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയാണ്. മാത്രമല്ല ഇസ്രായേലിനെ അദ്ദേഹം പല ഭാഗങ്ങളിലായിട്ട് ചിതറിച്ച് കളഞ്ഞു. അവർ മതപരമായും ഭാഷാപരമായും സാംസ്കാരികമായും വീണ്ടും സംഘടിക്കാതിരിക്കേണ്ടതിന് പല മേഖലകളിൽ അവരെ ചിതറിച്ച് കളഞ്ഞു. കുറേ കഴിയുമ്പോൾ അവർ ചെല്ലുന്ന സ്ഥലത്തെ ഭാഷയും മതവും അവരുമായിട്ടുള്ള വിവാഹവും എല്ലാം നടത്തി ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ തനിമയില്ലാതാക്കി. അവരൊരിക്കലും ഉയർന്നു വരാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച ഭരണകർത്താക്കളായിരുന്നു അശൂരിൻ്റെ ഭരണകർത്താക്കൾ. അങ്ങനെ 10 ഗോത്രങ്ങളടങ്ങിയ ഇസ്രയേൽ സമൂഹത്തെ 208 വർഷം ഈ ലോകത്തിൽ ഭരണം നടത്തിയ ഒരു സമൂഹത്തെ ചിതറിച്ച് കളയുകയാണ്. അവരിൽ ചിലരൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റേൺ മേഖലകളിൽ വന്നതിൻ്റെ ചരിത്രരേഖകളൊക്കെ നമുക്കിന്നുണ്ട്. അവരുടെ കാലത്താണ് ഒരു പുതിയ ജനസമൂഹം ശമരിയിലുണ്ടായത്. ശമരിയക്കാർ ഉണ്ടാകുവാൻ കാരണവും അതാണ്. ഇസ്രയേൽ ഇന്നും അവരെ സ്വീകരിക്കുവാൻ അല്പം മടിയോടുകൂടിയൊക്കെ നിൽക്കുന്ന ചരിത്രവും നമുക്കറിയാം. അങ്ങനെ സെർഗോൻ മൂന്നാമൻ മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്നത് സെൻഹരീബ് എന്ന കരുത്തനായ ഒരു ചക്രവർത്തിയായിരുന്നു. അശൂരിൽ തൻ്റെ പൂർവികന്മാർ രാജ്യങ്ങളെ പിടിച്ചടക്കിയതുപോലെ തനിക്കും രാജ്യങ്ങളെ പിടിച്ചെടുക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിലൊരു കൊച്ചു രാജ്യം ശേഷിച്ചു. അത് യഹൂദ രാജ്യമാണ്. ശൗൽ ദാവീദ് ശലോമോൻ്റെ 120 വർഷത്തെ ഭരണത്തിന് ശേഷം രെഹോബയാമിൻ്റെ കാലത്ത് ഇവരുടെ രാജ്യം വിഭജിക്കപ്പെട്ടു പോയി. 10 ഗോത്രങ്ങൾ ഇസ്രയേൽ എന്ന പേരിൽ 208 വർഷം ഭരിച്ചു. അവരെ ഈ അശൂർ സാമ്രാജ്യം കീഴടക്കി ഇല്ലാതാക്കി. യെരുശലേം തലസ്ഥാനമാക്കി ഒരു ഗോത്രം, യഹൂദ ഗോത്രം, അവരോടൊപ്പം ബെന്യാമിൻ ഗോത്രത്തിൻ്റെ കുറേ ഭാഗവും കൂടെ ചേർന്നപ്പോൾ ഒരു കൊച്ചു രാജ്യം അവർക്കുമുണ്ടായി. യഹൂദയുടെ ആ ചുറ്റുവട്ടമുള്ള മേഖലകൾ, യെരുശലേമിൻ്റെ ചുറ്റുവട്ടമുള്ള ഒരു മേഖലകൾ, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു താലൂക്കിൻ്റെ വലിപ്പം പോലുമില്ലാത്ത ഒരു കൊച്ചു രാജ്യം. അന്ന് ജെറുസലേം എന്ന് പറയുന്നത് തിരുവല്ലായുടെ അത്രയും പോലും വലിപ്പമുള്ള ഒരു പട്ടണമായിരുന്നില്ല. പക്ഷേ അവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു. അവരും ഏകദേശം 344 വർഷങ്ങൾ ഇവിടെ ഭരണം നടത്തി. ഏകദേശം 20 ഭരണകർത്താക്കൾ അവർക്കുമുണ്ടായി. അപ്പോൾ ഹിസ്കിയാവ് അവിടെ രാജാവായി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സെൻഹരീബിന് തൻ്റെ പൂർവികൻ സെർഗോൻ മൂന്നാമൻ ഇസ്രയേൽ രാജ്യത്തെ കീഴടക്കിയല്ലോ. പിന്നെ യഹൂദ രാജ്യമെന്ന് പറയുന്നത് ഒരു കൊച്ചു രാജ്യമല്ലേ, അതിനെ എന്തുകൊണ്ട് കീഴടക്കിക്കൂടാ എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം
യഹൂദ രാജ്യത്തെയും കീഴടക്കി തൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ചരിത്രത്തിലും വിശുദ്ധ ബൈബിളിലുമൊക്കെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ അദ്ദേഹം യഹൂദയുടെ ഉറപ്പുള്ള 46 പട്ടണങ്ങൾ പിടിച്ചെടുത്തു. ഇനി ശേഷിക്കുന്നതെന്ന് പറയുന്നത് യെരുശലേമാണ്, അല്ലെങ്കിൽ തലസ്ഥാന നഗരിയാണ്. അവിടെ അദ്ദേഹം 1,85,000 പട്ടാളക്കാരുമായിട്ട് അവിടേക്ക് ചെല്ലുകയാണ്. അത്രയും പട്ടാളക്കാരൊന്നും അവിടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പട്ടാളക്കാർ അവിടെ ക്യാമ്പടിക്കുകയാണ്. ഈ സെൻഹരീബിൻ്റെ യുദ്ധതന്ത്രങ്ങൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 36, 37, 35 ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കൊച്ചു രാജ്യമാണെങ്കിലും നേരിട്ട് ചെന്ന് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തുന്ന പദ്ധതി ആയിരുന്നില്ല. അവരെ ബൗദ്ധികമായി, അവരെ മാനസികമായി ക്ഷീണിപ്പിക്കുക, അവരെ കൊടും ക്ഷാമത്തിലേക്ക് തള്ളിവിടുക, അവർ ക്ഷീണിതരാകുമ്പോൾ സ്വയം കീഴടങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, രക്തച്ചൊരിച്ചിലുകൾ ഒഴിവാക്കുക, ഇതൊക്കെ അവരുടെ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് ഈ 46 പട്ടണങ്ങൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഹിസ്കിയാവിന് കാലുവിറയ്ക്കാനായി തുടങ്ങി. ഇനി ശേഷിക്കുന്ന ഒരു പട്ടണമെന്ന് പറയുന്നത് തൻ്റെ രാജധാനി ഉൾപ്പെടെയുള്ള യെരുശലേം നഗരം മാത്രമാണ്. അവിടെ 1,85,000 പട്ടാളക്കാരുമായിട്ട് വന്നിരിക്കുകയാണ്. അത് പിടിച്ചെടുക്കാൻ 25,000 പട്ടാളക്കാരുടെ ആവശ്യം പോലും ഇല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്രയും പട്ടാളക്കാരെ കാണുമ്പോൾ അവർ ഭയപ്പെടണം, അവർ ക്ഷീണിക്കണം, അവർ സ്വയം കീഴ്പ്പെടണം. ഇതായിരുന്നു സെൻഹരീബിൻ്റെ ഉദ്ദേശം. എന്നാൽ അവർ വേഗം കീഴ്പ്പെടാതെ വന്നപ്പോൾ പ്രസംഗിക്കാൻ കഴിയാവുന്ന തൻ്റെ സൈന്യാധിപനായ രബ്ശേക്കയെ അയച്ച് പ്രസംഗിപ്പിക്കുകയാണ്. അവർ കേൾക്കേ. എന്തായിരുന്നു അവൻ്റെ പ്രസംഗം? യഹൂദ ജനമേ, നിങ്ങൾ കീഴടങ്ങുക. കീഴടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പാർക്കാം, നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കീഴടങ്ങിയില്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു രാജാവും കാണുകയില്ല, ഒരു ദൈവവും കാണുകയില്ല. നിങ്ങളുടെ രാജാവ് ഹിസ്കിയാവിന് കഴിവുണ്ടോ? അവന് കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ കുതിരകളെ അങ്ങോട്ട് തരാം, ഞങ്ങൾ വേണമെങ്കിൽ രഥങ്ങളെ അങ്ങോട്ട് തരാം. കഴിവും മിടുക്കുമുണ്ടെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ ഇങ്ങോട്ട് വരിക എന്ന് വെല്ലുവിളിക്കുകയാണ്. ഹിസ്കിയാവ്, നിങ്ങളെ ചതിക്കരുത്, നിങ്ങൾ രക്ഷപ്പെടുകയില്ല. മാത്രമല്ല അവൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കണം. യഹോവ നിങ്ങളെ വിടുവിക്കുമോ? നിങ്ങൾ ചതിക്കപ്പെടരുത്. അശൂർ രാജാക്കന്മാർ കീഴടക്കിയ രാജ്യങ്ങളെ നോക്കൂ. അവർക്കൊന്നും ദൈവങ്ങളില്ലായിരുന്നോ? ആ ദൈവങ്ങൾ അവരെ വിടുവിച്ചോ? ഇസ്രയേലിനെ കീഴടക്കിയപ്പോൾ അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും ദൈവം വന്നോ? അതുകൊണ്ട് യഹോവ നിങ്ങളെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് സ്വയം വിഡ്ഢികളാകരുത്. കീഴടങ്ങുന്നതാണ് നല്ലത് എന്ന് അയാൾ ഉറച്ചു പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗങ്ങൾ എഴുതി രാജാവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. രാജാവ് അത് വായിക്കുകയാണ്. ആർക്കും മറുപടി പറയുവാൻ കഴിയുന്നില്ല. എല്ലാവരും ഭയവികലരാണ്. ഈ സന്ദർഭത്തിൽ ഹിസ്കിയാവ് ചെയ്ത ഒരു കാര്യം ഇന്നും നമുക്ക് യെരുശലേമിൽ കാണുവാൻ കഴിയും. ഈ അശൂർക്കാർ വന്ന് കുടിവെള്ളം മുട്ടിക്കാതിരിക്കാനായിട്ട് താൻ ഏകദേശം 1780 അടി നീളമുള്ള ഒരു തുരങ്കമുണ്ടാക്കിയിട്ട്, കല്ലുകളുടെ ഇടയിലൂടെ തുരങ്കമുണ്ടാക്കിയിട്ട് ആ വെള്ളം പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു. അത് ഗീഹോനിൽ നിന്ന് തുടങ്ങി ശീലഹാം കുളം വരെ എത്തുന്നുണ്ട്. അത് ഇന്നും നമുക്ക് ജെറുസലേമിൽ കാണുവാനായിട്ട് കഴിയും. മറ്റൊന്നും ചെയ്യുവാനായിട്ട് ഹിസ്കിയാവിന് കഴിഞ്ഞില്ല. അദ്ദേഹം നിരാശനായി, വേദനയുള്ളവനായി യഹോവയുടെ ആലയത്തിലേക്ക് ചെന്ന് ആ രബ്ശാക്കെ പറഞ്ഞ നിന്ദകളൊക്കെ, ആ കത്തുകൾ അവിടെ വിടർത്തി വെച്ച് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അക്കാലങ്ങളിൽ യെശയ്യാവ് ഉണ്ടായിരുന്ന കാലമാണ്. യെശയ്യാവിനോടും പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്.
ജനം മുഴുവൻ, രാജാവ് ഉൾപ്പെടെ, പ്രവാചകനായ യെശയ്യാവ് ഉൾപ്പെടെ, അവിടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാരുൾപ്പെടെ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, അവരുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ്, അവരുടെ അനുസരണക്കേടുകൾ സമ്മതിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മാനസാന്തരപ്പെട്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ അശൂർ പാളയത്തിലൂടെ ഒന്ന് കയറിയിറങ്ങി കരുത്തന്മാരായ 1,85,000 പട്ടാളക്കാരും മരിച്ചുപോയി. എങ്ങനെ മരിച്ചു, എന്തു സംഭവിച്ചു എന്നൊന്നും അറിയുവാനായിട്ട് സെൻഖരീബിന് കഴിഞ്ഞില്ല. ഈ രംഗം കണ്ട് അയാൾ വിറച്ച് മസൂളിലേക്ക്, നിനവയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുകയാണ്. അങ്ങനെ സെൻഖരീബ് ഭയന്ന് നിലവിളിച്ച് നിനവയിലേക്ക് ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുവാനായി തൻ്റെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. തൻ്റെ മനസ്സിലൂടെ അനേക ചിന്തകൾ കടന്നു വന്നു. ഇസ്രയേലിനെ കീഴടക്കിയപ്പോൾ, സിറിയയെ കീഴടക്കിയപ്പോൾ, ഇറാഖിനെ കീഴടക്കിയപ്പോൾ, ഇറാനെ കീഴടക്കിയപ്പോൾ, ലെബനോനെ കീഴടക്കിയപ്പോൾ, തുർക്കിയെ കീഴടക്കിയപ്പോൾ അവിടെയുള്ള ഒരു ദൈവവും വിടുവിക്കുവാനായി വന്നില്ല എന്നുള്ള അഹങ്കാരം താൻ പറഞ്ഞതാണല്ലോ. എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ വിടുവിച്ചില്ല, രാജ്യത്തെ രക്ഷിച്ചില്ല എന്നൊക്കെ താൻ പുലമ്പിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മക്കൾ പുറകിൽ നിന്ന് വന്ന് തൻ്റെ അപ്പനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. ആ ക്ഷേത്രത്തിൽ ആ അശൂർ ചക്രവർത്തി പിടഞ്ഞു മരിച്ച് ഒരു ചരിത്രം നമുക്ക് വിശുദ്ധ ബൈബിളിലും ചരിത്ര രേഖകളിലും വായിക്കുവാനായിട്ട് കഴിയും. നമുക്ക് സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം. 34-ാം സങ്കീർത്തനം 7-ാം വാക്യം. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. എത്ര വ്യക്തമായ, കൃത്യമായ ഒരു ചരിത്രരേഖയാണ് ഈ അശൂരിൻ്റെ പരാജയത്തിലൂടെ, ഹിസ്കിയാവിൻ്റെ വിജയത്തിലൂടെ, അവിടേക്ക് ഇറങ്ങി വന്ന ഒരു ദൂതൻ്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ മനുഷ്യരാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. നമ്മളെ ഇല്ലാതാക്കാനും തകർത്ത് കളയുവാനും നാം പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ എന്ത് സംഭവിക്കാം. ഞാൻ ഈ വചനം റെക്കോർഡ് ചെയ്യുമ്പോൾ യുക്രൈനിൽ യുദ്ധം നടക്കുന്ന വേളയാണ്. ഒരിക്കൽ പോലും അങ്ങനെ ഒരു ആക്രമണം അവർക്കുണ്ടാകുമെന്ന് അവർ നനച്ചു കാണുകയില്ല. ഇതുപോലെ എന്തും മനുഷ്യജീവിതത്തിൽ സംഭവിക്കാം. എന്ത് സംഭവങ്ങളും രാജ്യങ്ങളിൽ സംഭവിക്കാം. നമ്മുടെ കരുത്തും നമ്മുടെ കഴിവും കൊണ്ട് നമുക്ക് വിജയിക്കുവാൻ കഴിയുകയില്ല. പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമുണ്ട്. നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ വേഗം വേഗം തട്ടിമറിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയാതെ വണ്ണം നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന സംഭവങ്ങൾ ഉണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ നാഥനായ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്കനുസരിക്കാം. നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ ഹിസ്കിയാവിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെല്ലാം. യഹോവയുടെ ദൂതൻ നമുക്ക് ചുറ്റും പാളയമിറങ്ങട്ടെ. നമ്മുടെ ശുശ്രൂഷയ്ക്ക് ചുറ്റും പാളയമിറങ്ങട്ടെ. നമ്മുടെ ഭവനത്തിന് ചുറ്റും പാളയമിറങ്ങട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും പാളയമിറങ്ങട്ടെ. നമ്മുടെ രാജ്യത്തിന് ചുറ്റും പാളയമിറങ്ങട്ടെ. അശൂരിൻ്റെ ശക്തികളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ വിടുവിക്കട്ടെ. അതിന് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും വിടുവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പരിമിതികളുണ്ട്, ഞങ്ങളുടേതായ പരാജയങ്ങളുണ്ട്. ഞങ്ങളിൽ തന്നെ ആശ്രയിച്ചാൽ ഞങ്ങൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ആകയാൽ പ്രപഞ്ചത്തിൻ്റെ നാഥനായ, മാനവലോകത്തിൻ്റെ സൃഷ്ടിതാവായ യഹോവയായ ദൈവമേ,
ഞങ്ങളെ രക്ഷിക്കാനായി മനുഷ്യനായി അവതരിച്ച യേശുവേ, ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങിലാശ്രയിക്കുന്നു. അങ്ങയുടെ ദൂതന്മാരെ അയച്ച് ഞങ്ങളെ കാവൽ ചെയ്യുന്നതിനായി സ്തോത്രം. ധൈര്യവും ബലവും എല്ലാവർക്കും കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ധൈര്യമായിരിക്കുക. ദൈവമുണ്ട്, ദൈവദൂതന്മാരുണ്ട്. ആ ദൂതന്മാർ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങുന്നു. അന്ന് മാത്രമല്ല, ഇന്നും നാളെയും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ്ലി ലിങ്ക് പ്രസൻസ് രാഷ്ട്രീയ പ്രവചനങ്ങൾ, ശാസ്ത്രീയ പ്രവചനങ്ങൾ. പാലസ്തീൻ ഇസ്രയേൽ പ്രശ്നങ്ങൾ 3000 വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാർ പ്രവചിച്ചതാണ്. ഭീകരപ്രവർത്തനങ്ങളും ഭൂകമ്പങ്ങളും മഹാരോഗങ്ങളും സുനാമിയും ആഗോളതാപനവും ഉണ്ടാകുമെന്ന് യേശു പ്രവചിച്ചിരുന്നു. രാജഭരണം തകരുമെന്നും ജനാധിപത്യ ഭരണം വരുമെന്നും ഭരണകൂടങ്ങൾ ഉറപ്പില്ലാതെ ഇളകുമെന്നും ഒബാമയെപ്പോലുള്ളവർ ഭരിക്കുമെന്നും 3000 വർഷങ്ങൾക്ക് മുമ്പേ ബൈബിൾ പ്രസ്താവിച്ചു. മനുഷ്യന്റെ ബഹിരാകാശ യാത്രകൾ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, യന്ത്രമനുഷ്യൻ തുടങ്ങി ശാസ്ത്രീയ പുരോഗമനങ്ങൾ ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. വായിക്കുക പോൾ ഗോപാലകൃഷ്ണൻ കൊച്ചറയുടെ പുതിയ പുസ്തകം രാഷ്ട്രീയ പ്രവചനങ്ങൾ, ശാസ്ത്രീയ പ്രവചനങ്ങൾ. പുസ്തകം തപാലിലും ബുക്ക് ഷോപ്പുകളിലും ലഭിക്കും. ഫോൺ നമ്പർ 9961821048. രാഷ്ട്രീയ പ്രവചനങ്ങൾ, ശാസ്ത്രീയ പ്രവചനങ്ങൾ.